ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ ശ്രദ്ധ കൊട്ടാരം പണിയുന്നതിലാണോ അതോ ആലയം സൂക്ഷിക്കുന്നതിലാണോ? നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ശരീരം ഒരു ആലയമാണ് എന്ന ആ ഒരു ചിന്ത മറന്നിട്ട് പോലും കൊട്ടാരം പണി, ജീവിത സൗകര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ പറ്റും. അത് നമ്മെ അപകടത്തിലെത്തിക്കും എന്നുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാളുടെ ഏറ്റുപറച്ചിൽ, അദ്ദേഹം ഇഷ്ടം പോലെ സമ്പാദിച്ചു, ഇഷ്ടം പോലെ പണം സമ്പാദിച്ചു. ഇനി അങ്ങനെയെല്ലാം പണസമ്പാദനം നടന്നെങ്കിലും ഇന്ന് അദ്ദേഹം ദരിദ്രനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മക്കളോ അദ്ദേഹത്തെ മാനിക്കുന്നില്ല. അങ്ങനെ വല്ലാത്ത ഒരു വേദനയുടെ നടുവിൽ കഴിയുന്ന ഒരു വ്യക്തി. അദ്ദേഹം തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്, കൊട്ടാരം പണിയുന്നതിലല്ല കാര്യം, പണമുണ്ടാക്കുന്നതിലല്ല കാര്യം, അതിനേക്കാൾ പ്രധാനപ്പെട്ട പലതും കുടുംബജീവിതക്കാര് ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് അദ്ദേഹം വന്നു. ഇന്ന് ഒരു ഫാഷൻ പോലെയാണ് കൊട്ടാരം പണിയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പ്രാർത്ഥനാമുറിയും കൂടെ പണിതേക്കുക. ഒത്തിരി കുടുംബങ്ങളിൽ അങ്ങനെ ഒരു പ്രാർത്ഥനാമുറി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട്. പ്രാർത്ഥനാമുറിയുള്ളത് നല്ലതാണ്. ദൈവത്തെ നമ്മൾ മാനിക്കുന്നു, കൊട്ടാരം പണിയുമ്പോൾ ദൈവത്തെ നമ്മൾ മാനിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന. പക്ഷേ പ്രാർത്ഥനാ മുറി പണിതാൽ മതിയോ? ആ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥനയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ കാണുന്നുണ്ട്, സോളമൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ സോളമൻ കൊട്ടാരം പണിയുന്നതോടൊപ്പം ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ദൈവത്തിന് ആലയം പണിയണം. ഈ ദേവാലയത്തിൻ്റെ കാര്യം മറന്നല്ല അവൻ കൊട്ടാരം പണിതത്, ദേവാലയം പണിയണം. ദേവാലയം പണിയുക മാത്രമല്ല അവൻ ചെയ്തത്, ആ ദേവാലയത്തിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ പറ്റും. അതാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് കൊട്ടാരം പണിയുമ്പോൾ ഒരു പ്രാർത്ഥനാമുറി വിഭാവനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷെ ആ പ്രാർത്ഥനാമുറിയിൽ സ്ഥിരം നമ്മൾ കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരവസ്ഥ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ എത്ര കെട്ടുറപ്പുള്ള കൊട്ടാരം നമ്മൾ പണിതാലും അതിൻ്റെ പേരിൽ നമ്മൾ സുരക്ഷിതരാകണമെന്നില്ല. ആ കൊട്ടാരത്തിനുള്ളിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ പ്രാർത്ഥന നമ്മെ സുരക്ഷിതരാക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 2 ദിനവൃത്താന്തം 6-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഈ 3 കാര്യങ്ങൾ ഈ അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളാണ്. സോളമൻ കൊട്ടാരം പണിതു, സോളമൻ ആലയത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധിച്ചു. 3-ാമത്തെ കാര്യമാണ് സോളമൻ ആലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളത്. 6-ാം അധ്യായം 12-ാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ കൈ വിരിച്ചു പിടിച്ച് ദേവാലയത്തിൽ കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു. 6-19 വായിച്ചാൽ അവൻ ദേവാലയത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 6-21 മുതൽ വായിക്കുമ്പോൾ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന സോളമൻ. നമ്മളൊക്കെ നമ്മുടെ ആലയത്തിൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന, നമ്മുടെ കുടുംബത്തിൽ ഉള്ള പ്രാർത്ഥനാമുറിയിൽ കയറിയിരുന്ന് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മൾ സുരക്ഷിതരാകാതിരിക്കുമോ? നമ്മുടെ മക്കള്, വരും തലമുറ സുരക്ഷിതരാകാതിരിക്കുമോ? അതാണ് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം. നമുക്ക് ഇതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ, കുറച്ച് വചനങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. 1-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, കൊട്ടാരം നമ്മെ സുരക്ഷിതരാക്കുമോ എന്നുള്ളത് നാം ബോധ്യപ്പെടണം. മർക്കോസ് 13 2-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, അവൻ പറഞ്ഞു, ഈ മഹാസൗധങ്ങൾ, ഈ കൊട്ടാരം നീ കാണുന്നില്ലേ, എന്നാൽ ഇതെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം നശിക്കും. കൊട്ടാരം നശിക്കാം, പക്ഷെ കൊട്ടാരത്തിനുള്ളിൽ നമ്മൾ നടത്തിയ പ്രാർത്ഥന അത് ക്ഷയിക്കത്തില്ല, അതിന് ഫലമുണ്ടാകും എന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൊട്ടാരത്തിനുള്ളിലെ പ്രാർത്ഥന നമ്മെ സുരക്ഷിതരാക്കും, ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതിന് മറ്റൊരു തെളിവ് കാണാൻ പറ്റും. പ്രഭാഷകൻ 47:8 മുതൽ വായിച്ചാൽ, ദാവീദും രാജാവായിരുന്നു. ദാവീദിന് കൊട്ടാരമുണ്ടായിരുന്നു. ഇനി ആ കൊട്ടാരത്തിൽ അവൻ ചെയ്തൊരു കാര്യം, അതിരാവിലെ എഴുന്നേറ്റു. എത്ര രാജാക്കന്മാരെ കിട്ടും അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ? ഇവൻ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. ഇനി അങ്ങനെ ബാക്കിയുള്ളവരെയും എല്ലാം ചേർത്ത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്തുതിപ്പും ആരാധനയും പ്രാർത്ഥനയും എല്ലാം ആ കൊട്ടാരത്തിനുള്ളിലുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതിരാവിലെ തന്നെ ആ കൊട്ടാരം മുഖരിതമായി ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു. എന്തുകൊണ്ടാണ്? ഈ പ്രാർത്ഥന ഉണ്ടായിരുന്നത് കൊണ്ട്. 2 സാമുവേൽ 6:16 മുതൽ വായിക്കുമ്പോൾ ദാവീദ്
വാഗ്ദാന പേടകത്തിന് മുമ്പിൽ അവൻ തുള്ളി ചാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു രംഗം. അത് കണ്ടിട്ട് ചിലർക്കൊക്കെ ഉതപ്പുണ്ടായി. മിഖാൽ അവൾ അതേക്കുറിച്ച് സംസാരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ദാവീദ് പറഞ്ഞൊരു കാര്യം, ആട്ടിടയനായിരുന്ന എന്നെ രാജാവാക്കിയ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നൃത്തം ചെയ്തത്. അവന് വേണ്ടി ഇതിനേക്കാൾ നീ അപഹാസ്യം എന്ന് പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണോ? ഞാൻ ചെയ്യും. കാരണം അത് ഞാൻ ചെയ്യുന്നത് എൻ്റെ ദൈവത്തിന് വേണ്ടിയാണ്. മനുഷ്യരെ നോക്കാതെ ദൈവത്തെ ഇതുപോലെ മഹത്വപ്പെടുത്താൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? 1 സാമുവേൽ 18:14 വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് ദാവീദിന് കിട്ടിയ ഗുണം എന്തായിരുന്നു? ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവൻ്റെ കൂടെ പോയി. അവൻ്റെ എല്ലാ സംരംഭങ്ങളെയും കർത്താവ് വിജയിപ്പിച്ചു. ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകാനും ആത്മീയ കാര്യങ്ങൾക്കൊക്കെ ലജ്ജ തോന്നുന്ന വ്യക്തികൾ മറ്റ് പല രീതിയിൽ ലജ്ജിതരാകും എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇവിടെ എവിടെ ചെന്ന് തൊട്ടാലും എല്ലാ കാര്യത്തിലും പരാജയം വരുമ്പോൾ എന്തുണ്ടാവും? ലജ്ജയുണ്ടാവും. ഇനി അങ്ങനെ ഒരു കാര്യം വരാൻ ദാവീദിനെ കർത്താവ് അനുവദിച്ചില്ല. അവൻ്റെ എല്ലാ സംരംഭങ്ങളെയും അവൻ വിജയിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം, സോളമൻ കൊട്ടാരം പണിയാൻ അതിൻ്റെ പേരിൽ ആലയം അവഗണിച്ചില്ല. ചില കാണാൻ സാധിക്കും, അതെ വീട് പണി ഉണ്ടായിരുന്നതുകൊണ്ട് വീട്ടിൽ മറ്റു കുറച്ച് ചെലവുകളൊക്കെ വന്നതുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാനൊന്നുമില്ല, പള്ളിയിൽ പോകുമ്പം നേർച്ചയിടാൻ പോലും ഒന്നുമില്ല. അങ്ങനെയല്ല സോളമൻ ചെയ്തത്. പള്ളിയുടെ കാര്യമായിട്ട് കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് കൊട്ടാരത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചത്. ഹഗായിയുടെ പുസ്തകം 1-ാം അധ്യായം എൻ്റെ 2 മുതൽ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, ആലയത്തെ അവഗണിച്ച് നീ നിന്റെ കൊട്ടാരത്തിൽ സൗകര്യം വർദ്ധിപ്പിക്കാൻ നോക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക? നീ 7 പുതപ്പിട്ട് പുതച്ചാലും നിന്റെ കുളിര് മാറത്തില്ല. നീ എത്ര കുടിച്ചാലും നിന്റെ ദാഹം മാറത്തില്ല. നീ എത്ര ഭക്ഷിച്ചാലും നിന്റെ വിശപ്പടങ്ങത്തില്ല എന്നുള്ള ആ ഒരു ദുരവസ്ഥ. അത് വരാതിരിക്കാൻ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാനുള്ള ആ വലിയ മനസ്സ് നമുക്കുണ്ടാകണം. അവസാനമായിട്ട്, കൊട്ടാരസുഖം ദൈവത്തെ മറക്കുന്നതിന് കാരണമാകരുത്. ദൈവത്തെ മറന്നിട്ടല്ല കൊട്ടാരസുഖവുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകേണ്ടത്. ഹെബ്രായ ലേഖനം 11:24 വചനം വായിച്ചാൽ മോശ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് കൊട്ടാരസുഖത്തെക്കാൾ ഇഷ്ടം ദൈവജനത്തിൻ്റെ കഷ്ടതയിൽ പങ്കുചേരുന്നതാണ്. അതിനനുസരിച്ച് ദൈവം അവനെ അനുഗ്രഹിക്കുന്നത് കാണാൻ പറ്റും. 1 കൊരിന്തോസ് 3-ാം അധ്യായം 6-ാം അധ്യായം പറയുന്നുണ്ട്, നിന്റെ ശരീരം ദേവാലയമാണ്. ആ ദേവാലയത്തെ മറന്നല്ല സുഖജീവിതത്തിലേക്ക് നാം പോകേണ്ടത്. ഒരു ബോധ്യത്തോടെ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.